ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. അപ്പോൾ ഓണത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിട്ടില്ല വെറൈറ്റി ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1 മീറ്റർ ഫാബ്രിക്കും അതേപോലെ 2 മീറ്ററുമാണ് കേട്ടോ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ. അളവ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുട്ടിയുടെ ഷോൾഡറാണ്. അപ്പോൾ ഒരു ഷോൾഡറിൽ നിന്ന് മറ്റൊരു ഷോൾഡറിലേക്ക്. പിന്നെ എടുക്കേണ്ടത് ഇതേപോലെ ചെസ്റ്റാണ്, പിന്നെ വേസ്റ്റ്, പിന്നെ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മൾ ഹിപ്പ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറക്കത്തിൻ്റെ അടുത്ത് ഹിപ്പ്. ഓക്കെ, എല്ലാം എഴുതി വെക്കണം കേട്ടോ. എന്നിട്ട് ആം ഹോള്, പിന്നെ എടുക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ് കേട്ടോ. ഇതേപോലെ എടുക്കുക. പിന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കവും, പിന്നെ പാവാടയുടെ ലെങ്ത്ത്, പിന്നീട് പാവാട എവിടെയാണോ ഇടുന്നത് അവിടുത്തെ ഹിപ്പ്. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി, പിന്നെ ചെസ്റ്റിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോൾ 24, അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കാണ്. വേസ്റ്റിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്തിട്ട് 4ആയിട്ട്, ഹിപ്പിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണ്ട കേട്ടോ. ഹിപ്പ് നമുക്ക് ടൈറ്റായിട്ട് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റഫ് ഫിഗർ. അപ്പോൾ 12 നമ്മുടെ ലെങ്ത്ത്. തയ്യൽ തുമ്പൂടെ കൂട്ടി നമ്മൾ 14 ഇട്ട് വെട്ടണം. അതേപോലെ സ്കേർട്ട് നമുക്ക് ലെങ്ത്ത് വരുന്നത് 29. അപ്പോൾ നമുക്ക് വെട്ടുമ്പോൾ നോക്കാം കേട്ടോ. ഇതേപോലെ ലൈനിങ് തുണി ആദ്യം ഞാൻ 4ആയി മടക്കിയിട്ട് കൊടുത്തു. 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തു. ആദ്യം ഷോൾഡർ 5.5, അവിടെ നിന്ന് താഴോട്ട് 4ലാണ് കേട്ടോ. എൽ ഷേപ്പ് കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് ചെസ്റ്റ്, തയ്യൽ തുമ്പ്, പിന്നെ വേസ്റ്റ് കൊടുക്കുന്നത് 9ലാണ് കേട്ടോ. അവിടുന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ അളവും തയ്യൽ തുമ്പും. പിന്നെ ഇറക്കം 12 വേണ്ടത്. തയ്യൽ തുമ്പൂടെ കൂട്ടി നമുക്ക് 14 ഹിപ്പിൻ്റെ അളവും തയ്യൽ തുമ്പും. ഈ തയ്യൽ തുമ്പുകളെയൊക്കെ ജോയിൻ ചെയ്തു. 1/2 ഇഞ്ച് ഷോൾഡർ ഇതേപോലെ ചരിച്ചും വരച്ചു കൊടുത്തു. ഇനി ഞാനിത് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി മെയിൻ ക്ലോത്തിൽ 4ആയിട്ട് മെയിൻ ക്ലോത്തിനെ മടക്കിയിട്ടിട്ട് ഒന്ന് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. സെൻറ്റർ മാർക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് വെട്ടാം. അപ്പോൾ 2.5 വീതിയും 4 ഇറക്കവുമാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ മാർക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുവാണേ. അതിനെ വരച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ബാക്കും ഇതേ രീതിയിൽ 2 വീതിയും 4 ഇറക്കത്തിനും റൗണ്ട് നെക്ക് തന്നെ വരച്ചെടുത്തു കേട്ടോ. പിന്നെ ഇതേപോലെ ഞാൻ 6 ഇഞ്ചിൻ്റെ തുണി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഫ്രില്ല് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ഫ്രണ്ടിൽ 6 ഇഞ്ച്. അപ്പോൾ ഫ്രില്ലിൻ്റെ വീതി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറവ് വേണമെങ്കിൽ കുറവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാവാടയ്ക്കുള്ള തുണി ഇതേപോലെ മടക്കി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് പാവാടയ്ക്ക് എത്രയാണ്? 29. അപ്പോൾ അടിഭാഗം മടക്കി അടിക്കുന്നില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു 28.5 ഈ മുകൾ ഭാഗത്തെ തുണി വെട്ടിയെടുത്തേക്കുന്നത്. പിന്നെ 1 ഇഞ്ച് പട്ടയും. ഓക്കെ, അങ്ങനെ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. 1 ഇഞ്ച് പട്ടയാണ്. 29 ആണെങ്കിൽ 1 ഇഞ്ച് പട്ടയെങ്കിൽ താഴ്ഭാഗത്ത് നമുക്ക് വേണ്ടത് 28. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ നമുക്കൊരു 1/2 ഇഞ്ച് വേണം. അടിഭാഗം മടക്കി ഇടിക്കുന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് തന്നെ കൊടുക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ്ങിൽ ഇറക്കത്തിന് 2 ഇഞ്ച് കുറച്ചെടുക്കുക. അപ്പോൾ 28-ൽ 27 മതി നമുക്ക് ലൈനിങ്. എന്നിട്ട് ഇതേപോലെ ഒരു പീസ് ഞാൻ പട്ടയ്ക്ക് വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. 6 ഇഞ്ച് വീതി എന്തോ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് പാവാട തയ്ക്കും. പാവാട നമുക്ക് ഇപ്പോൾ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഹിപ്പ് അളവിനേക്കാളും 10 ഇഞ്ച് കൂടുതലിടണം. ഓക്കെ, ഇലാസ്റ്റിക് ആണെങ്കിൽ. അഥവാ വള്ളിയാണെങ്കിൽ ഒരു 4 ഇഞ്ചൊക്കെ. ഇപ്പോൾ 28 നമ്മുടെ ഹിപ്പ് അളവെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 4 കൂടെ കൂട്ടണം. അപ്പോൾ 32 ആവും. അതേസമയം നമുക്ക് ഇലാസ്റ്റിക് ആണെങ്കിൽ 28 ഹിപ്പിൻ്റെ കൂടെ 10 ഇഞ്ച്, അപ്പോൾ 38 വേണം. ഇപ്പോൾ ഇവിടെ ഞാൻ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഹുക്കാണെങ്കിൽ ഒരു 2-3 ഇഞ്ച് മാത്രമേ എക്സ്ട്രാ വിടാവൂ. 28-ൽ നിന്ന് ഒരു 2 ഇഞ്ചെങ്കിൽ 30 മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ ബിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ ഈ പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് ആദ്യമേ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ എൻ്റെ ഹിപ്പ് എന്ന് പറയുന്നത് 21 അപ്പോൾ ഒരു 23-ലൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ പ്ലീറ്റ്സ് ഇട്ടെടുത്തേക്കുന്നത്. എന്നിട്ട് ലൈനിങ്ങും ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഈ
സൈഡ് രണ്ടും ഒരു 3 ഇഞ്ച് നമ്മളൊന്ന് മടക്കി അടിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പട്ട വെക്കാനായിട്ട് എടുത്തില്ലേ, ആ തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഒരു സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് 23 നമ്മുടെ പ്ലീറ്റ്സ് ഇട്ടെടുത്തേക്കുന്നത്, അതിന് ഒരു 2 ഇഞ്ച് കൂടെ മതി. ഇപ്പോൾ 25 ഇതേപോലെ തുണി ഞാൻ ഇതേപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു, ജസ്റ്റ് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം അകത്തും ഒരു ഭാഗം ഇതേപോലെ മുകളിലും വരുന്ന രീതിയിൽ നമ്മൾ ആ പ്ലീറ്റ്സ് ഇട്ടെടുത്തതിൻ്റെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഫുള്ളി ഇതേപോലെ കറക്കി ജോയിൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. അവസാനം വരുമ്പോൾ അകത്തേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് പതിച്ചുകൂടെ കൊടുത്തേ. എന്നിട്ട് ഇതേപോലെ ഉൾഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഈ അരികു ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എക്സ്ട്രാ നിൽക്കുന്ന തയ്യൽ തുമ്പൊക്കെ അപ്പം കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരില്ലല്ലോ. പിന്നെ ഇതേപോലെ 2.5 ഇഞ്ച് വീതിയും അതേപോലെ 10 ഇഞ്ച് നീളത്തിലുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു, ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ ഞാൻ തിരിച്ചിട്ടെടുക്കുവാണ്. എന്നിട്ടൊന്ന് പതിച്ചുകൂടെ കൊടുത്ത് ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് പതിച്ചു കൊടുത്താൽ അത് സെറ്റായിട്ട് ഇരുന്നോളൂ. 2 സൈഡും പതിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുവാണേ. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അതെല്ലാം അഴിച്ചിട്ട് ഒരു ഭാഗത്ത് വലതുവശത്താണ് നമ്മൾ ഹുക്കിട്ട് കൊടുക്കുന്നത്, ഇടത് വശത്താണ് കേട്ടോ ഇതേപോലെ ഹോൾഡ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇവിടെ ഈ സൈഡിൽ വന്നിട്ട് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ക്ലോത്തിനെ ഇതേപോലെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഹിപ്പ് 21 അപ്പോൾ ഒരു 19, ഒരു 2 ഇഞ്ച് അളന്ന് നോക്കുക എവിടെയാണ് നമുക്ക് 19, ഒരു 2 ഇഞ്ച് കുറച്ച്, കാരണം ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2-3 ഇഞ്ച് കുറച്ച് അവിടെ തൊട്ടിട്ട് നമ്മൾ ഈ ഹോൾഡ് വെച്ച് കൊടുക്കണം. ഹോൾഡ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഹുക്ക് ഇടാവുന്ന രീതിയിൽ തിരിച്ച് വെച്ച് കൊടുക്കരുത്. അത് ശ്രദ്ധിച്ച് മാത്രമേ ഇത് വെക്കാൻ പറ്റുള്ളൂ. ഹുക്കിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പ്ലീറ്റ്സ് ഒന്ന് വെച്ചിട്ട് ഇതിൽ പിടിപ്പിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ പിടിപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ബോർഡർ, പാവാടയുടെ ബോർഡർ വരുന്ന ഭാഗത്ത് ഒരു ഗോൾഡൻ ലേസ് കൂടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ കറക്കി ജോയിൻ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ ടോട്ടൽ എടുത്തേക്കുന്ന പാവാട 2.5 മീറ്ററാണ് കേട്ടോ. അപ്പോൾ 2.5 മീറ്റർ തന്നെ ലേസും നമുക്ക് വേണ്ടിയതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവാടയുടെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി ബ്ലൗസിലേക്ക് പോയാലോ. അപ്പോൾ ബ്ലൗസിന് വേണ്ടി ഞാൻ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം മുകളിലാണ് കേട്ടോ ഇരിക്കുന്നത്. എന്നിട്ട് ലൈനിങ് ഫേസ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് നമ്മൾ വരച്ചെടുത്ത പോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണേ. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയേ നെക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അകത്തേക്ക് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ചെറിയ ചെറിയ വെട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെട്ടിയിടുമ്പോൾ നമ്മൾ ഇട്ട സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല, അല്ലാതെ വേണം കേട്ടോ വെട്ടിടാൻ. എന്നിട്ട് ഇതേപോലെ ലൈനിങ്ങിനെ ഇങ്ങനെ നീക്കി കറക്റ്റായിട്ട് അകത്തേക്ക് വെച്ചിട്ട് നമ്മുടെ എഡ്ജിലൂടെ നെക്കിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് കൊടുക്കുവാണേ. അപ്പോൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ലൈനിങ് പുറത്തേക്ക് കാണരുത്. ലൈനിങ് അകത്തേക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മാത്രം മതി, അത് അകത്തേക്ക് അങ്ങ് പൊക്കോളൂ കേട്ടോ. അതനുസരിച്ച് വേണം നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ. പിന്നെ ഈ 3 സൈഡിലൂടെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. കറക്റ്റായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാവേ.
ഇതേപോലെ ലോക്ക് ചെയ്ത് നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ലോക്ക് ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ബാക്ക് സൈഡിലേക്ക് ആ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഷോൾഡറൂടെ നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. എന്നിട്ട് ഇതേപോലെ 4ആയി മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴ്ഭാഗത്തെ ലെങ്ത് എടുക്കുക. നമുക്ക് ടോട്ടൽ വേണ്ടത് 12 ഇപ്പോൾ ഒരു 13 കറക്റ്റായിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് താഴ്ഭാഗത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. 2 സൈഡും ഇതേ രീതി ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്ക് സൈഡിനെ കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ബാക്ക് സൈഡാണേ. എന്നിട്ട് അളന്ന് നോക്കുക. അതിൻ്റെ ഇപ്പോൾ 8 ഇഞ്ച് നീളമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ 10 ഇഞ്ച് നീളത്തിൽ ഞാനൊരു തുണി 2 ഇഞ്ച് വീതിയിലും കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേപോലെ അടിഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് താഴ്ഭാഗത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കുക, മോൾ ഭാഗത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പതിച്ചൊരു സ്റ്റിച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും കേട്ടോ. എന്നിട്ട് ഈ സൈഡ് ഒന്ന് മടക്കി ഒരു സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ മടക്കിയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടോ. ഈ സൈഡിൽ ഇടത്തെ സൈഡിലാണ് ഹുക്ക് കൊടുക്കുന്നത്, വലത്തെ സൈഡിൽ അത് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ ഈ സൈഡിലൂടെ ഇതേപോലെ അടിഭാഗത്ത് വെക്കുക, ഒന്ന് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക. മുകൾ ഭാഗം വരുമ്പോൾ ഒന്നുകൂടെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിനെ നിവർത്തി വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഇപ്പോൾ ഇതിൻ്റെ എഡ്ജിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ഈ എഡ്ജിലാണ് സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് നമുക്കൊരു ഹോള് വരുന്നിടത്തൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇപ്പോൾ 2 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഞാൻ ഹോള് വരഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഇതേപോലെ ഒരു വി മോഡൽ ഹോള് വലിയ, എന്നിട്ട് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് വരുന്നിടത്ത് വി കൊടുക്കുക. ലോക്കിട്ട് കൊടുക്കണം കേട്ടോ. ലോക്കിട്ട് മാത്രമേ വി സ്റ്റിച്ച് ചെയ്യാവൂ, ഇല്ലെങ്കിൽ നമ്മൾ 2 വട്ടം ഹുക്ക് ഇടുമ്പോഴത്തേന് ആ സ്റ്റിച്ച് പോകും കേട്ടോ. എന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് കുത്തി കൊടുക്കുക. എന്നിട്ട് 4ആയിട്ട് ഒന്നുകൂടെ മടക്കിയിട്ടു. എന്നിട്ട് ഷോൾഡർ അകത്തേക്ക് എടുത്ത് ഒന്ന് 4 ഇഞ്ചിൽ വരച്ചു. വേസ്റ്റ് 9 ഇഞ്ചിൽ. ചെസ്റ്റ് കറക്റ്റായിട്ട് ചെസ്റ്റും വേസ്റ്റും ഹിപ്പും നമ്മുടെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ജോയിൻ ചെയ്യാനാണ്. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഷോൾഡർ അകത്തേക്ക് ഞാൻ കയറ്റി വെട്ടിയത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഡിഫറൻസ്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ സ്ലീവ് ഒന്നും വെക്കുന്നില്ല. കൈക്കുഴിയെ ഇതേ രീതിയിൽ നമുക്കൊരു ക്രോസ് പീസ് വെട്ടിയെടുക്കാം. ഇതേപോലെ ഒരു ലൈനിങ്ങിൽ 8 ഇഞ്ച് അങ്ങോട്ടും വീതി 8 ഇഞ്ച് ഇങ്ങോട്ടും വീതിയിൽ കറക്റ്റായിട്ടൊരു ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ലൈൻ വരയ്ക്കുക കേട്ടോ. കറക്റ്റ് 1.5 ആയിരിക്കണം. ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ആ ആം ഹോളും ഷോൾഡറൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, കൈക്കുഴി ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റ് ക്രോസ് പീസ് ആയിരിക്കണം കേട്ടോ. ഇത് വളഞ്ഞു പോകാൻ പാടില്ല. വളഞ്ഞു പോയാൽ മൊത്തത്തിൽ കുളമായി പോകും കേട്ടോ. ഈ ക്രോസ് പീസുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ട് ഇതേപോലെ കറക്റ്റ് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇതേപോലെ വെച്ച് കറക്കി ജോയിൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ വെട്ടിട്ട് കൊടുക്കാം. വെട്ടിടുമ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല. സ്റ്റിച്ചിൽ കൊണ്ടെങ്കിൽ ഇരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. എന്നിട്ട് ആ തുണിയെ ഇതേപോലെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് അകത്തേക്ക് മടക്കി കറക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഫിനിഷായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ സ്ലീവ്. എന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ടിൽ നമുക്കൊരു കേവ് വേണമല്ലോ. അതിനു വേണ്ടി 3 ഇഞ്ചിൻ്റെ വീതിയും
അതേപോലെ ഇറക്കം നോക്കുക. നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഇറക്കത്തിനനുസരിച്ച് നമ്മളൊരു റൗണ്ട് കറക്റ്റ് ഈ ഓയിൽ പേപ്പറാണ് കേട്ടോ. ഓയിൽ പേപ്പറിനകത്ത് ഒരു തരത്തിൽ മാർക്ക് വീഴുന്നില്ല, കാണിച്ചു തരാം. ഇതേപോലെ ഒരു ബോക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് കൊടുക്കുക. അതിനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, താഴോട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ നെക്കിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് റൗണ്ടിന് വരച്ചെടുക്കുക. നമുക്കിപ്പോൾ ഇറക്കം കൂടുതൽ വേണമെങ്കിൽ ഇറക്കം കൂടുതൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ചും കൊടുക്കാം കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ ആ ക്ലോത്തിനെ രണ്ടിനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ആദ്യം പതിച്ചൂടെ ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അടിഭാഗം 2 വട്ടം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണേ. ഇത് ഞാൻ 7 വയസ്സിൻ്റെ അളവിനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് ഒരു മെഷർമെൻറ്റും ഇല്ലാതെ കറക്റ്റ് 7 വയസ്സെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ പ്ലേറ്റ്സ് ഒരു നിശ്ചിത ഗ്യാപ്പിൽ ഒരേപോലെ പ്ലേറ്റ്സ് ഇട്ടെടുത്താൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ഇട്ടെടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ കട്ട് ചെയ്തില്ലേ, ആ നെക്കൊന്ന് അളന്ന് നോക്കുക. ഇതേ രീതിയിൽ നെക്കൊന്ന് അളന്ന് നോക്കുക എത്രയാണ് നമുക്ക് വേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് സംതിങ് 16 കേട്ടോ വേണ്ടത്. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ഈ പ്ലീറ്റ്സ് ഇട്ടെടുക്കാവേ. എന്നിട്ട് ഇതേ രീതിയിൽ നമുക്ക് ആ നെക്കിൽ വെച്ചിട്ട് കറക്റ്റ് ജോയിൻ ചെയ്തെടുക്കാം. ചുളു വരാതെ ജോയിൻ ചെയ്യണം കേട്ടോ. ജോയിൻ ചെയ്യുമ്പോൾ എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. എന്നിട്ടൊരു ലേസ് എടുത്തിട്ടുണ്ട്. ആ ലേസ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ തയ്യൽ തുമ്പ് കാണും കേട്ടോ. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേസ് വെച്ച് കൊടുക്കുന്നത്. കറക്റ്റ് ലേസും ചുളുങ്ങി പോകാൻ പാടില്ല. ആ എഡ്ജ് വരുമ്പോൾ ഒരു ലേസിനോടൊരു ചെറിയ പ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ലേസ് ചുളുങ്ങത്തില്ല കേട്ടോ. അതേപോലെ നമ്മുടെ നെക്കും ചുളുങ്ങി പോകാനുള്ള ചാൻസ് എല്ലാം കുറയും. അപ്പോൾ ചെറിയ കേവ് വരുന്നിടത്തെല്ലാം ചെറിയ ഓരോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതാണ് കേട്ടോ ലേസ് വെക്കുന്നതിൻ്റെ ഒരു ടെക്നിക്ക്. എന്നിട്ട് ലേസ് ഒരു 2 വട്ടം പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എക്സ്ട്രാ തയ്യൽ തുമ്പ് വേണമെങ്കിൽ അതിട്ട് കൊടുത്തിട്ട് ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ബീഡ്സ് ഞാൻ ആ നെക്കിൻ്റെ യോക്ക് പോർഷനിൽ മൊത്തം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരൊറ്റ സ്റ്റിച്ച് അല്ലാതെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒറ്റ സ്റ്റിച്ചിൽ നമ്മുടെ ഒറ്റ യൂസിൽ തന്നെ അത് ലൂസായി തൂങ്ങി കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഇത് പാടാണെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ പാടൊന്നുമല്ല. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഔട്ട്ലുക്ക് കണ്ടാലോ, വായോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഒരു 2 മീറ്ററോ സ്കേർട്ടിന് 2.5 മീറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. അതേപോലെ ഉടുപ്പിന് 1 മീറ്ററാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതും ലൈനിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഉറപ്പാണ്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ യൂസ്ഫുൾ വീഡിയോയെ കാണുന്നിടം വരെ ബൈ.